So today we are discussing about the residential status. Residential status എന്താണ്? Residential status എന്തിനാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും ഇൻകം ടാക്സിനെ കുറിച്ച് പറയണമെങ്കിൽ അവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും നമ്മൾ അറിയണം. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തെന്ന് ചോദിച്ചാൽ റെസിഡന്റ് എന്ന് പറയില്ലേ നമ്മൾ, റെസിഡന്റ് ആണ്, റെസിഡന്റ് അല്ല, നോൺ റെസിഡന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ സ്റ്റാറ്റസിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് the residential status of an assessee determines the scope of chargeability of his income. So whether a person will be charged to a particular income or not, which depends on his residential status. That means before we are calculating the income tax liability of a person, we should know whether he is an Indian or non-resident Indian. അയാൾ ഇന്ത്യക്കാരനാണോ അല്ലേ എന്ന് നോക്കണം. കാരണം എന്താണ്, ഈ ടാക്സ് അടക്കാനുള്ള ബാധ്യത, ആ എമൗണ്ട്, അത് ഇന്ത്യക്കാരനും അല്ലാത്ത ആളുകൾക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും അയാൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ളത് അറിയണം. ഓക്കെ, ദെൻ അപ്പോൾ നോൺ റെസിഡന്റ് ഇന്ത്യനും റെസിഡന്റിനും എന്ന് പറഞ്ഞാൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളും നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളും ഇവർക്ക് രണ്ടാക്കും നിയമം രണ്ടാണ്. റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് രണ്ടാളും ടാക്സ് അടക്കണം. നോൺ റെസിഡന്റ് ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും ടാക്സ് അടക്കണം. ദ ടാക്സ് ലയബിലിറ്റി ഈസ് ദർ ഫോർ ദ റെസിഡന്റ് ആൻഡ് ഫോർ നോൺ റെസിഡന്റ്. ബട്ട് ദ കണ്ടീഷൻസ് ഓർ ദി എമൗണ്ട് ഓഫ് ടാക്സ് ലയബിലിറ്റി എക്സെട്ര ഈസ് ഡിഫറെന്റ് ഫോർ ദീസ് ടു കാറ്റഗറീസ്. ഓക്കെ, സോ ബിഫോർ വി ആർ identifying or searching the residential status, we should know something. Mainly there are four points are there that should be noted while we are determining the residential status of a person. The first one is the residential status of a person may vary from year to year. That means ഓരോ വർഷവും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറും. ഒരു പ്രാവശ്യം ഒരാൾ നോൺ റെസിഡന്റ് ആയിരിക്കും, എന്നാൽ തൊട്ടടുത്ത വർഷം അയാൾ റെസിഡന്റ് ആയിരിക്കും, പിറ്റത്തെ വർഷവും ചിലപ്പോൾ റെസിഡന്റ് ആയിരിക്കും, പിറ്റത്തെ വർഷം ചിലപ്പോൾ നോൺ റെസിഡന്റ് ആയിരിക്കും. അപ്പൊ അതിങ്ങനെ ഓരോ വർഷവും മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, then the second one, a person can have only one residential status for a previous year. ഒരു വർഷത്തില് ഒരാൾക്ക് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ആണ്. In the 1920, no person will be there with two residential status. That means every person should be in with one residential status in a single year. ഒരു വർഷം അയാൾ ഒന്നെങ്കിൽ അയാൾ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു വർഷം കുറച്ച് ഒരു 3-4 മാസങ്ങളിൽ അയാൾ റെസിഡന്റും ബാക്കി 8 മാസം അയാൾ നോൺ റെസിഡന്റ്, അങ്ങനെ വരില്ല. ഒരു വർഷം മുഴുവനായിട്ടാണ് നമ്മൾ പറയുക. So a single residential status is there in a single year. Then മൂന്നാമത്തെ കാര്യം, the citizenship and residential status are different. ഈ പൗരത്വം അല്ല residential status. These two are different. Citizenship and residential status are entirely different. Then last one, a person can have same residential status in more than one country. Means the person may have different residential status in different countries or same residential status in different countries. ഒരാൾക്ക് ഒന്നിലധികം രാജ്യങ്ങളിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവാം. അത് ഒരേ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആവാം, അല്ലെങ്കിൽ 2 തരത്തിലാവാം, ഒക്കെ ആവാം. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഹൗ വി ക്യാൻ ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അസസി. So for the income tax purpose, the income tax law 1961 classifies the residential status into 3. Resident means resident or ordinarily resident, not ordinarily resident, and non-resident. Then the tax liability or the taxability differs for each category differently. That means the taxability or tax liability of ordinarily resident is entirely different from the non-resident.
So before we get into the taxability or tax liability, let us first understand how the taxpayer becomes ordinarily resident, or how he becomes a not ordinarily resident, or how he becomes a non-resident. So again, we are going through the classification of residential status. The residential status are mainly divided into two: resident and non-resident. Okay. The residential status, some people are trying to join the class. Okay. So the residential status is mainly divided into two: resident and non-resident. Then again, the resident is again divided into two: ordinarily resident and not ordinarily resident. So mainly there are three categories of residential status: ordinarily resident, not ordinarily resident, and non-resident. Okay. So again, don't be confused. The residential status is first of all divided into two: resident and non-resident. Then the resident category is again divided into two: ordinarily resident and not ordinarily resident. Okay, we can take it out, each and every category of residential status. The first one is resident or ordinarily resident. If an individual fulfills any one of the basic conditions, then he is called as resident, popularly known as ordinarily resident. So പ്രധാനമായിട്ട് ബേസിക് കണ്ടീഷൻ. അപ്പൊ അവിടെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. പ്രധാനമായും 4 കണ്ടീഷനുകളാണ് ഉള്ളത്. 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും. അപ്പൊ ആ ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. An individual fulfills any one of the basic condition, he is called resident. Then an individual becomes ordinarily resident when he satisfies any one of the basic condition along with the 2 subsequent condition. ഞാൻ പറഞ്ഞു 4 തരത്തിലുള്ള കണ്ടീഷൻ ഉണ്ട്. 4 conditions are the 2 basic condition and 2 subsequent condition or additional condition. And the individual want to satisfy any one of the basic condition and both of the additional conditions. അപ്പൊ ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണ്. അപ്പൊ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാം. അതിനുശേഷം അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഓർഡിനറിലി റെസിഡന്റ് ആണ്. Then next one, not ordinary resident. If an individual fulfill any one of the 2 basic condition but does not satisfy both additional condition, he become not ordinary resident. That means the individual satisfies one of the basic condition, but he does not satisfy additional condition, so he is called as not ordinary resident. അപ്പോൾ ഓർഡിനറി റെസിഡന്റ് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണ്. ഇവിടെ അതിന്റെ പകുതി മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന്, 2 ബേസിക് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അഡീഷണൽ കണ്ടീഷൻ ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യം ഇല്ല. മീൻസ് if the individual satisfy one of the basic condition and both the additional condition, he is called not ordinary resident. Means if the individual satisfy one of the basic condition and suppose he satisfies one of the additional conditions also, then he becomes not ordinary resident, because there is no meaning if he satisfy one additional condition. അഡീഷണൽ കണ്ടീഷൻ അല്ലെങ്കിൽ സബ്സിക്വന്റ് കണ്ടീഷൻ ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ അർത്ഥമല്ല, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാത്തതുപോലെയാണ്. അപ്പൊ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ബേസിക് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പൊ ബേസിക് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ he is known as not ordinarily resident. The next one, non-resident. If any person, an individual who does not satisfy any of the basic condition, ഇനി ഒരാൾ എന്ത് ചെയ്തു, ബേസിക് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല, പിന്നെ എന്ത് വേണ്ട, അഡീഷണൽ കണ്ടീഷൻക്ക് പോകണ്ട.
ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം അഡീഷണൽ കണ്ടീഷൻ നോക്കിയാൽ മതി. ഹി ഈസ് നോൺ ആസ് നോൺ റെസിഡന്റ്. If the person, individual who does not satisfy the basic any of the two basic condition, he is known as non-resident. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഈ ബേസിക് കണ്ടീഷൻ എന്നുള്ളതും അഡീഷണൽ കണ്ടീഷനും. ബേസിക് കണ്ടീഷൻ എന്താണ്, അഡീഷണൽ കണ്ടീഷൻ എന്താണ്? ആ ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നാ പറഞ്ഞു. Okay, we are already discussed that there are two basic conditions and the individual need to satisfy any one of the basic condition. നോക്ക, രണ്ട് കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഓർ എന്നാ കൊടുത്തത്. ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ. അപ്പൊ ഒന്നുകിൽ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ താഴെയുള്ള കണ്ടീഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ for at least 182 days in the previous year. നമ്മുടെ പ്രീവിയസ് ഇയർ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ, 2019-20. ഈ 2019-20 കാലഘട്ടങ്ങളിൽ അസസി അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. There is no compulsion that he should be in India for 182 days regularly or continuously. അയാളങ്ങനെ തുടർച്ചയായിട്ട് 182 ദിവസം തുടർച്ചയായിട്ട് വേണമെന്നില്ല. ചിലപ്പോൾ 10 ദിവസം ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു 20 ദിവസം ഉണ്ടാവും, പിന്നെ ഒരു 40 ദിവസം ഉണ്ടാവും, പിന്നെ ഒരു 5 ദിവസം ഉണ്ടാവും. അങ്ങനെ ഈ പ്രീവിയസ് ഇയർ നമ്മൾ ഏപ്രിൽ 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെ, ഇതാണ് നമ്മുടെ കാലഘട്ടം പ്രീവിയസ് ഇയർ. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് 182 ദിവസം മുഴുവനായാൽ മതി. ഇതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, he is in India for at least 60 days in the previous year. അപ്പൊ ഇവിടെ എന്താണ്, 182 ദിവസത്തിന് പകരം 60 ദിവസം ഉണ്ടാവണം. 182 വേണ്ട, 60 മതി. അത് മാത്രം പോരാ. And for 365 days or more during 4 years immediately preceding the previous year. നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2019-20 തൊട്ട് മുമ്പുള്ള 4 പ്രീവിയസ് ഇയറുകളിലും കൂടെ 365 ദിവസം ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ, പ്രീവിയസ് ഇയറിൽ അയാൾ 182 ദിവസം ഉണ്ടാവുക എന്നുള്ളത്. He was in India for at least 182 days in India. Then second basic condition is he is in India for at least 60 days in the previous year 2019-20 and for 365 days or more during 4 years immediately preceding the previous year. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലും കൂടെ 365 ദിവസവും പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഉണ്ടാവുക. ഇനി അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ദിവസവും ഇന്ത്യയിലേക്ക് വരുന്ന ദിവസവും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് ഈ പറയുന്ന എണ്ണം, ദിവസങ്ങളുടെ എണ്ണം. അത് ഉൾപ്പെടുത്താൻ നമുക്ക്. ഇനി നമ്മൾ പറഞ്ഞ എക്സെപ്ഷൻസ് ടു ദി ബേസിക് കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ 2 കണ്ടീഷൻ പറഞ്ഞു. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെങ്കിൽ 182 ദിവസം, അല്ലെങ്കിൽ പ്രീവിയസിൽ 60ഉം അതിന് മുമ്പുള്ള 4 വർഷങ്ങളിലും കൂടെ 365 എന്ന് പറഞ്ഞു. ഇത് ഒരു 3 വിഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല. അതിലൊരു വിഭാഗമാണ്. അപ്പൊ അതിൽ പറയുന്നു കണ്ടീഷൻ 2 ഈസ് നോട്ട് അപ്ലിക്കബിൾ. അപ്പൊ കണ്ടീഷൻ 2 ഏതാണ്? ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് ഇൻ ദി പ്രീവിയസ് ഇയർ and for 365 days or more during 4 years. അപ്പൊ ഇവിടെ എന്താ, ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 182 ദിവസത്തിന്റെ മാത്രമേ ബാധകമുള്ളൂ എന്നാണ്. ആ 3 വിഭാഗമാണ് the people who lives India for employment outside India. ആരെങ്കിലും ജോലിക്ക് വേണ്ടി, ഇപ്പൊ നമ്മളെ വീട്ടിലെ നമ്മളെ ഉപ്പമാരോ നമ്മളെ അയൽവാസികളോ നമ്മളെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളെ ബ്രദേഴ്സോ ആരെങ്കിലും ഒക്കെ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോയിണ്ടാവും. അവർക്ക് എന്തല്ല, രണ്ടാമത് ഈ 60 365 അവർക്ക് ബാധകമല്ല. അവർക്ക് ഒന്നാമത്തെ 182 മാത്രമാണ് ബാധകം. അതേപോലെ ബാധകമാവുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ലീവ്സ് ഇന്ത്യ ആസ് ഹി ഈസ് എ ക്രൂ മെമ്പർ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ കപ്പൽ ഇപ്പൊ ഇന്ത്യയിലായിരിക്കും, അതിങ്ങനെ പോയി വേറെ രാജ്യത്തൊക്കെ അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്തില്ല, 60 365 എന്ന് പറയുന്ന കണ്ടീഷൻ അവർക്ക് അപ്ലിക്കബിൾ അല്ല. അവർക്ക് എന്ത് തന്നെയാണ്, ഈ പറയുന്ന 182 ദിവസത്തിന്റെ തന്നെയാണ് അവർക്ക് ബാധകമായിട്ടുള്ളത്.
പിന്നെ മൂന്നാമത് പറഞ്ഞാൽ കംസ് ടു വിസിറ്റ് ഇന്ത്യ. ഇനി ഒരാൾ വിസിറ്റിങ്ങിന് വന്നു, നമ്മൾ വിസിറ്റ് വിസ എടുത്ത് പോവാന്ന് പറയില്ലേ, അതുപോലെ ഒരാൾ വിസിറ്റിന് വന്നു. അങ്ങനെയുള്ള ആളുകൾക്കും എന്താണ് 182 തന്നെയാണ് ബാധകം, 60 365 ബാധകമില്ല. സോ I'm again repeating the same. The condition 2, that means individual stayed 60 days and 365 days. This condition is not applicable to 3 category of people. The peoples are those people who leaves India for employment purpose in India, outside India. Then people who leaves India as he is a crew member of an Indian ship, and those people who comes to visit India. ഇതൊക്കെയാണ് ബേസിക് കണ്ടീഷൻ. ഇനി അഡീഷണൽ കണ്ടീഷൻ നോക്കുക. അപ്പൊ ബേസിക് കണ്ടീഷൻ 2 ആണെന്ന് പറഞ്ഞു. ആ 2 ഏതെങ്കിലും ഒന്ന്, അതുകൊണ്ടാണ് ആ കണ്ടീഷന്റെ അടുത്ത് ഓർ കൊടുത്തത്. എന്നാൽ അഡീഷണൽ കണ്ടീഷനിൽ ഓർ അല്ല, ആൻഡ് ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തത്, ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. 1 minute please. Okay. An individual who has been a resident in India at least 2 out of 10 previous years preceding the 11th previous year. ഇനി ഒരാള് അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തതാണ്, അതായത് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 10 വർഷം, അതായത് 2019 20 ഉൾപ്പെടാതെ അതിന് മുകളിലേക്കുള്ള 10 വർഷം നമ്മൾ എടുക്കുക. അതിൽ 2 പ്രാവശ്യം റെസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ ഈ 182 എന്ന് പറഞ്ഞത് 2 പ്രാവശ്യം ആവണം, 2 പ്രാവശ്യം സാറ്റിസ്ഫൈഡ് ആവുക. അല്ലെങ്കിൽ 60 365 അത് 2 പ്രാവശ്യം സാറ്റിസ്ഫൈഡ് ആവുക. അതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത്, the individual has stayed in India for at least 730 days in all during the 7 previous years preceding the relevant previous year. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 7 വർഷം, നേരത്തെ നമ്മൾ 10 എന്ന് പറഞ്ഞില്ലേ, ആ 10 തന്നെ ഉൾപ്പെടുന്നതാണിത്. 7 വർഷങ്ങളിലും കൂടെ 730 ദിവസം ഉണ്ടാവുക. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ 10ൽ 2 ഓക്കെയാണ്, 7ൽ 730 അങ്ങനെ ആയിട്ട് കാര്യമില്ല. സോ there are 2 additional conditions. One is individual has been resident in India at least 2 out of 10 previous year preceding the relevant previous year. And the second additional condition is individual has stayed in India at least 730 days during the 7 previous years preceding the relevant previous year. And as you want to satisfy both these 2 additional conditions, there is no meaning if he satisfied one of the additional condition. Okay. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്, ഒരാള് a person who is citizen of India who leaves India in any previous year as a member of crew of an Indian ship for the purpose of employment outside India or for doing business, any of the employment purpose, must have stayed in India for at least 180 days instead of 60 days. ഒരാള് ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ ഇന്ത്യൻ ക്രൂവില്, ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആണ്, അല്ലെങ്കിൽ അയാൾ ബിസിനസ് ചെയ്യാനോ ജോലി ചെയ്യാനോ വേണ്ടി ഇന്ത്യക്ക് വെളിയിലേക്ക് പോയതാണ്. ആ ആളുകൾക്ക് 60 ദിവസം അല്ല പ്രീവിയസ് ഇയറിൽ വേണ്ട, അവർക്ക് 152 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷനുകളിൽ ഒന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ പറഞ്ഞ മറ്റൊന്നാണ്, ഒരാൾ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരികയാണെങ്കിൽ അവിടെയും എന്താണ് 60 ദിവസം 60 365 എന്നുള്ള ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. ഒന്നാമത്തെ 182 ദിവസത്തിന്റെ ബേസിക് കണ്ടീഷൻ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. So these are about the residential status of an individual. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്രിസ്റ്റി, a US national, comes to India. Okay. Christie, a US national, or a US comes to India for the first time during 2015-16, and during the financial year 2015-16, 16-17, 17-18, 18-19, and 2019-20, he was in India for 55 days, 60 days, 80 days, 160 days, and 70 days respectively. Determine his residential status.
ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ക്രിസ്റ്റി എന്ന് പറയുന്ന വ്യക്തി US കാരനാണ്, US സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. കംസ് ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം ഡ്യൂറിങ് 2015-16. അയാൾ 2015-16 ആദ്യമായിട്ട് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അമേരിക്കക്കാരനാണ്, ആദ്യമായിട്ട് 2015-16 വരുന്നത്. ഓക്കെ, ഇനി ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയേഴ്സ്, ഇനി താഴെ പറയുന്ന വർഷങ്ങളിൽ 2015-16 ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 15-16, 16-17, 17-18, 18-19 ആൻഡ് 2019-20 ഈ വർഷങ്ങളിലൊക്കെ ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 55 days. എന്ന് പറഞ്ഞാൽ 2015-16 അയാൾ 55 ദിവസം, 16-17 60 ദിവസം, 17-18 80 ദിവസം, 18-19 160 ദിവസം, പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 19-20 വർഷത്തിൽ 70 ദിവസവും അയാൾ ഉണ്ട്. അപ്പോൾ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കാൻ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം നമുക്ക് അതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനാണ്. അപ്പൊ ബേസിക് കണ്ടീഷൻ ഒന്നാമത്തേതാണ്, ഹി ഈസ് ഇൻ ഇന്ത്യ for at least 182 days in the previous year. പ്രീവിയസ് ഇയറിൽ അയാൾ 182 ദിവസം ഉണ്ടാവുക എന്നാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2019-20 അപ്പൊ 2019-20 അയാൾ ആകെ എത്ര ദിവസമേ ഉള്ളൂ? 70 ദിവസമാണുള്ളത്. അപ്പൊ 70 ദിവസമാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ. ശരിക്കും എത്ര പറഞ്ഞത്? 182 ദിവസമാണ്. അപ്പൊ 182 ദിവസം അയാളില്ല. പക്ഷെ എത്ര ഉണ്ട്? 70 ഉണ്ട്. അപ്പൊ 182 ഇല്ല. ഒന്നാമത്തത് നമ്മൾ ഒഴിവാക്കി. ഇനി രണ്ടാമത്തത്, ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 60 days. 60 ദിവസം ഉണ്ടാവണം എന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ എത്ര ദിവസം ഉണ്ട്? 70 ദിവസം ഉണ്ട്. അപ്പൊ അതൊക്കെയാണ്, 60 ദിവസം ഓക്കെ. ഇനി 365 നോക്കണ്ടേ. അപ്പൊ അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിന് ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദി പ്രീവിയസ് ഇയർ, 2019-20 എന്ന പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലും കൂടെ 365 ദിവസം അയാൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ 70 ദിവസം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്നാൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷന്റെ ആദ്യ ഭാഗമായിട്ടുള്ള 70 ദിവസം അയാളുണ്ട്. Then during 4 years immediately preceding the previous year, 2015-16 55 days, 16-17 60 days, 17-18 80 days and 18-19 160 days എന്ന് പറയുമ്പോൾ 2019-20 70 ദിവസം ഉണ്ട്. അപ്പൊ ആ 60ന്റെ കണക്ക് അവിടെ കഴിഞ്ഞു. ഇനി അതിന് മുമ്പുള്ള 4 വർഷങ്ങളാണല്ലോ ഈ 2018-19, അതുപോലെ 17-18, 16-17, 15-16. ഈ 4 വർഷങ്ങളിൽ അയാളെ എങ്ങനെയുള്ളത്? 18-19 അയാൾ 160 ദിവസം ഉണ്ട്, 17-18 80 ദിവസം ഉണ്ട്, 16-17 60 ദിവസം ഉണ്ട്, 15-16 55 ദിവസം. ഈ പറയുന്ന 4 വർഷങ്ങളിലും കൂടെ 365 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടാവണം. അതെ, പക്ഷെ ഇവിടെ എത്ര ദിവസം ഉള്ളൂ? 355 days ഇൻ ഇന്ത്യ. അതുകൊണ്ട് അയാൾ എന്തില്ല, ബേസിക് കണ്ടീഷൻ അയാൾ 182 ഇല്ല. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ അയാൾ 60 365 അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ല. Therefore, he does not satisfy any of the basic condition, and hence, therefore, he is a non-resident in India for the assessment year 2020-21. Okay, hope all of you understand the residential status of an individual. That means mainly there are 3 categories: ordinary resident, not ordinary resident, and non-resident, and their taxability will be different in different cases. Okay, thank you.